എല്ലാ കൂട്ടുകാർക്കും 3 കിഡ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു സാമ്പാർ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി നമ്മൾ ക്യാരറ്റ് അരിഞ്ഞത്, വഴുതനങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, മുരിങ്ങാക്കോല അരിഞ്ഞത്, മത്തങ്ങ ഒരു ചെറിയ കഷ്ണം, അതും നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ, ഉരുളക്കിഴങ്ങ്, തക്കാളി, വെണ്ടക്ക, കുറച്ച് പരിപ്പ് വെള്ളത്തിൽ കുതിർത്താനിട്ടത്, നാരങ്ങ വലിപ്പത്തിൽ ഇത്തിരി പുളി വെള്ളത്തിലിട്ടത്, ആദ്യം തന്നെ നമുക്ക് പരിപ്പ് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. നല്ല വേവ് കൂടുതലുള്ള പരിപ്പാണെങ്കിൽ നമുക്ക് 2 വിസിൽ കേൾപ്പിച്ചെടുക്കാം. വേവ് കുറഞ്ഞ പരിപ്പാണെങ്കിൽ ഒരൊറ്റ വിസിൽ മതിയാകും. കുക്കർ ഗ്യാസിൽ വെച്ച് നമുക്ക് പരിപ്പ് വേവാൻ വെയിറ്റ് ചെയ്യാം. വെന്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഇറക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറി, വെണ്ടയ്ക്കയും തക്കാളിയും ഇപ്പോൾ ചേർക്കേണ്ടതില്ല. പച്ചക്കറികളെല്ലാം തന്നെ നമുക്ക് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ കുക്കർ അടച്ചു വെച്ച് പച്ചക്കറി വേവിച്ചെടുക്കാം. പച്ചക്കറി ഉടഞ്ഞു പോയാൽ നമുക്ക് സാമ്പാറിൻ്റെ ടേസ്റ്റ് പോകുന്നതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർക്കാം. ഇത് ഇങ്ങനെ വേവിക്കുമ്പോൾ ഈ സാമ്പാർ പൊടി ചേർക്കുന്നത് നമ്മുടെ സാമ്പാറിന് ടേസ്റ്റ് കൂടാൻ സഹായിക്കുന്നു. ചില ആളുകൾ മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രം ചേർക്കാറുള്ളൂ. ഞാൻ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ടാണ് പച്ചക്കറി വേവിക്കുന്നത്. പച്ചക്കറി വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് തക്കാളിയും വെണ്ടയ്ക്കയും ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കയും കുക്കറിലിട്ട് വേവിച്ചാൽ അത് വെന്ത് പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ നമുക്ക് ഇത് എണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് ഉടഞ്ഞു പോവാതെ നല്ല ടേസ്റ്റോടെ നമുക്ക് ലഭിക്കും. നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വഴറ്റിയെടുത്ത വെണ്ടയ്ക്കയും തക്കാളിയും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പുളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞ് ആ പുളിവെള്ളം അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. കൈകൊണ്ട് നന്നായി പിഴിഞ്ഞ് എടുത്ത് ആ പുളിയുടെ സത്തൊക്കെ കിട്ടുന്ന വിധത്തിൽ ആ പുളിവെള്ളം ഒഴിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ കുക്കർ തുറന്ന കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ആ കഷ്ണം നമുക്ക് ആ വെണ്ടക്ക തക്കാളിയിലേക്ക് ഇടാം. എന്നിട്ട് ഒന്ന് കയ്യിൽ കൊണ്ട് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ വല്ല ഉപ്പോ പുളിയോ ഒക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ നോക്കി പുളിവെള്ളം വീണ്ടും ആഡ് ചെയ്യാം. ഉപ്പും ചേർക്കാം. വെള്ളം കുറവുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഗ്യാസിൽ വെച്ച് ഒന്ന് തിളച്ചിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് അല്പം ഉലുവ ആദ്യം ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കടുകും ചേർക്കാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കൈവശം വറ്റൽമുളക് ഇല്ല. അതിനാൽ ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്.
കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാമ്പാർ പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർക്കുന്നത്. പൊടികൾ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെച്ച് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. നന്നായി മൂപ്പിച്ചെടുത്ത ഈ പൊടി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച കഷ്ണം ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കുക. നല്ലവണ്ണം മിക്സാക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കുക. നല്ലവണ്ണം തിളപ്പിക്കേണ്ട, ഒരു ഒറ്റ തിള വരുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇത് വളരെ എളുപ്പത്തിൽ വയ്ക്കാവുന്നതാണ്. നമുക്ക് വീട്ടിലുള്ള പച്ചക്കറി വെച്ച് വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാറാണിത്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. ഇതിൻ്റെ ഇപ്പോൾ ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ.